സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ ഉടൻ സിറിയ വിടണമെന്നാണ് നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ഉമൽ ഷെയ്ഫ് മേഖലയെ പ്രകൃതി സംരക്ഷണ കേന്ദ്രമാക്കാൻ തീരുമാനം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ കരട് തീരുമാനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തീരുമാനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തും. ഖത്തറിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് ഡിസംബർ 10 ഉംസലാലയിലെ ദർബൽ സായിയിൽ തുടക്കമാകും. 15 പ്രധാന ഇവന്റുകൾ ഉൾപ്പെടെ ഡിസംബർ 10 വരെ ആഘോഷങ്ങൾ നീണ്ടുനിൽക്കും. 22ാമത് ദോഹ ഫോറം ഇന്നു മുതൽ. നവീകരണത്തിന്റെ അനിവാര്യത എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഫോറം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉദ്ഘാടനം ചെയ്തു. മസ്കത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയുമായി നഗരസഭ. വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അധികൃതർ. ദുബായിൽ അടുത്ത വർഷം മുതൽ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുന്നു. ജനുവരി 1 മുതൽ 30% നികുതി ഈടാക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം. കുവൈത്തിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മലയാളികൾ മുങ്ങിയ സംഭവത്തിൽ പൈസ തട്ടിയത് ജാമ്യമായി ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ദക്ഷിണ മേഖല ഐജിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു.